ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് കാണുന്നത്. ഒന്നാമത്തത് എൻ്റെ ജോലി സ്ഥലം മാറി, ബാംഗ്ലൂരിൽ നിന്ന് പൂനെയിലേക്ക് മാറി. പിന്നെ രണ്ടാമത് നിങ്ങൾ കാണാൻ പറ്റും, മൊട്ടയടിച്ച് നല്ല ഷെയ്വ് ചെയ്ത് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. കുറച്ചെങ്കിലും ഒന്ന് മുടി വരട്ടെ എന്നിട്ട് നിങ്ങൾ മുന്നിൽ വരാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാലം കാത്തു നിന്നത്. അപ്പോൾ ഇപ്പം കുറച്ച് മുടിയെല്ലാം വന്നു. അപ്പോൾ അതിനുശേഷം ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്വീറ്റായിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബേക്കറിലെല്ലാം കാണുന്ന പേട, പാലുകൊണ്ടുണ്ടാക്കുന്ന പാൽപേട, അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കാം. അതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ പാൽപേടക്ക് മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റത്തത് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത്, പിന്നെ 1 കപ്പ് ഫുള്ളായിട്ട് പാൽപ്പൊടി, പിന്നെ 1/2 കപ്പ് പാല്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മളെ പാൽപേട ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ പാത്രം ഒന്ന് ചൂടാക്കി അതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച പാല് ഇതിലേക്ക് ഒഴിച്ച് ആ പാലൊന്ന് തിളച്ച് വരണം. ഞാൻ ഇത് ഓൾറെഡി ഫസ്റ്റ് തിളപ്പിച്ചതാണ് പാല്, പക്ഷെ ഒന്നുകൂടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. ആ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ പൊടിച്ചു വെച്ച പഞ്ചസാരയും അതുപോലെ പാൽപ്പൊടിയും നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ പാലൊഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ മറ്റേ സാധാരണ പാത്രമാണെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാനോ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ പാത്രം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നെയ്യോ അങ്ങനെ എന്തെങ്കിലും ആദ്യം അതിൽ ആഡ് ചെയ്തതിന് ശേഷം മാത്രം അതിലേക്ക് പാലൊഴിച്ച് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അപ്പോൾ നമ്മൾ ഈ പാൽ ഇവിടെ വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം മാത്രമേ നമുക്ക് മറ്റുള്ളത് ആഡ് ചെയ്യാൻ പറ്റൂ. നമ്മൾ ഏകദേശം ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരൊറ്റ ടൈമിൽ തന്നെ മുഴുവനായിട്ട് പഞ്ചസാര അതിൻ്റെ അകത്ത് ഇടാൻ പാടില്ല, കാരണം അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ കുറച്ചായിട്ട് ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നല്ലോണം അലിഞ്ഞ് ശേഷം മാത്രം ബാക്കിയിലിട്ട് അങ്ങനെ മുഴുവനായിട്ട് അതിലേക്ക് ഇടുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഞ്ചസാര എൻ്റെ അളവിനനുസരിച്ച്, എനിക്ക് വേണ്ട രീതിക്ക് അനുസരിച്ച്, അതുകൊണ്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര മാത്രമേ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് പഞ്ചസാര യൂസ് ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരപ്പൊടി മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് നിങ്ങൾക്കത് മാറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് ആ പാലും പഞ്ചസാരപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ആകണം. അതിനുശേഷം മാത്രമേ നമുക്ക് മറ്റുള്ള ഇടാൻ പാടുള്ളൂ. അപ്പം നമ്മൾ പാലിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡയറക്റ്റ് നമുക്ക് പാൽപ്പൊടി ആഡ് ചെയ്യാൻ കഴിയില്ല, കാരണം ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം മാത്രമേ പാൽപ്പൊടി ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തു. ഇനി ഇത് തണിയാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഇത് നന്നായി തണിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാൽപ്പൊടി ആഡ് ചെയ്യാം. അതും പഞ്ചസാര ആഡ് ചെയ്തതുപോലെ കുറച്ചായിട്ട് ഇടണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരുമിച്ച് തന്നെ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് അതൊന്ന് മിക്സായി വന്നതിന് ശേഷം മറ്റുള്ളത് ആഡ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ശരിക്കും മിക്സ് ആകാൻ ശ്രദ്ധിക്കണം. ഒരു സ്ഥലത്ത് പോലും ഒരു പാൽപ്പൊടീൻ്റെ കട്ട പിടിക്കാൻ പാടില്ല. അതിൻ്റെ ടേസ്റ്റ് കുറയും. അതുമാത്രമല്ല, നമുക്ക് കഴിക്കുമ്പോഴും അതിൻ്റെ ഒരു മീൻസ് അത്ര ഒരു നൈസ് തോന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്നുകൂടി കത്തിച്ച് നന്നായി ചൂടാക്കിയെടുക്കണം. പക്ഷെ സ്റ്റൗ കത്തിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും ഫുള്ളിലിടാൻ പാടില്ല.
ചെറിയ തീൻ്റെ അകത്ത് വേണം നമ്മൾക്ക് ഇതാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അത് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യാം. ചെറുങ്ങനൊന്ന് കരിഞ്ഞു പോയാൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മാറും, ചെറിയൊരു കയ്പ്പ് വരും. അതുപോലെ ഒരു സ്മെല്ലും ഡിഫറെൻ്റ് ആകും. നമുക്ക് ഒറിജിനൽ പാൽപ്പേടയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തീയുടെ ഇതും നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എല്ലാം കൃത്യമായിരിക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാകുന്നതിന് ഇത് കുറച്ച് കട്ടിയായിട്ട് വരും. അപ്പം ഏറ്റവും നന്നായിട്ട് ഏറ്റവും ശരിക്കും കട്ടിയായി വരുന്നവരെ നമുക്കിത് വഴറ്റിക്കൊണ്ട് വെക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു പാൽപ്പേട നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ ഏകദേശം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഉപ്പ് ആഡ് ചെയ്യുന്നത് നമ്മുടെ മധുരം എല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. നമ്മൾ പായസം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യില്ല, അതേപോലെ തന്നെയാണ് ഞാൻ ഇതിലേക്കും ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ മാത്രമേ അതിൻ്റെ മധുരമൊക്കെ നല്ല ബാലൻസ് ചെയ്ത് നല്ല ഒറിജിനൽ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് ഇനിയും കുറച്ചുകൂടി കുറച്ചും കൂടി ഡ്രൈ ആയി വരാനുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിൽ, ഓട്ടോമാറ്റിക്കായിട്ട് വിട്ട് കിട്ടുന്ന രീതി വരെ അത് ഡ്രൈ ആയി വരണം. എങ്കിൽ മാത്രമേ റെഡി ആയി കിട്ടും. അപ്പോൾ നമ്മുടെ പാൽപ്പേടൻ്റെ മിക്സ് ഏകദേശം റെഡിയായി. അത് നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. നമ്മൾ എന്താണെന്ന് പറയുക, ഇതൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അത് പാത്രത്തിൽ നിന്ന് വിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡ്രൈ ആയാൽ മാത്രമേ നമ്മുടെ പാൽപ്പേടേൻ്റെ ഷേപ്പൊക്കെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് തണിയാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്, അത്ര നന്നായിട്ട് തണിഞ്ഞു പോകരുത്, കുറച്ചൊരു ചൂട് വേണം. അപ്പം ഒരു 5 മിനിറ്റ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ അടിയിലെ ചൂട് കൊണ്ട് അടിവശം ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുന്നത്. അപ്പം ഞാനിത് വേറൊരു ഇതിലേക്ക് മാറ്റി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഏകദേശം നല്ലൊരു ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വന്നു. പക്ഷേ ഇതിൻ്റെ ചൂട് അത്ര അങ്ങ് തണിഞ്ഞിട്ടില്ല. ഇനി ഇത് നമുക്ക് ഒരല്പം നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഈ ചപ്പാത്തിക്കെല്ലാം മിക്സ് ചെയ്തെടുക്കില്ല, ഒരു കുഴച്ചെടുക്കില്ല, ആ ഒരു പരുവത്തിൽ നെയ്യ് കൂടി ആഡ് ചെയ്തിട്ട് ഒരല്പം നെയ്യ്, ഞാനൊരു 1/2 ടീസ്പൂണ് നെയ്യാണ് ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചെറിയൊരു ചൂടുണ്ടാകും. എനിക്കിപ്പോൾ ഇതിന് ചെറിയൊരു ചൂടുണ്ട്, അത്ര നന്നായിട്ട് തണിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ലെവലിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ നെയ്യ് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നെയ്യ് എല്ലാ സ്ഥലത്തും ആയി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നു. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഏത് ഷേപ്പിലാണോ നമ്മുടെ പാൽ പേട വേണ്ടത് ആ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറിയൊരു ഉരുണ്ട രീതിയിൽ ഓരോരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാനാണ്. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് കുറച്ച് നെയ്യ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ചിലപ്പം കയ്യിൽ പറ്റിപ്പിടിക്കാൻ അങ്ങനെ സാധ്യതയുണ്ട്. അതില്ലാതാകാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് നെയ്യ് 2 കയ്യിലും നെയ്യ് എടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഷേപ്പിലേക്ക്, പാൽപ്പേടൻ്റെ ഷേപ്പിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഇതിനി ഏത് ഷേപ്പിലാണോ വേണ്ടത്, ചതുരത്തിലോ അല്ല റൗണ്ടായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഞാൻ ബേക്കറിയിലൊക്കെ കാണുന്നത് പോലെ ചെറിയൊരു നമ്മുടെ ഒരു വിരലിൻ്റെ രീതിയിൽ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പം ഈ ഒരു രീതിയിലാണ് എൻ്റെ പാൽപ്പേടേൻ്റെ ഷേപ്പ് ഞാൻ ആക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ ഞാൻ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാം ഒരേ ഷേപ്പിൽ എനിക്ക് വേണ്ട ഷേപ്പിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ പാൽപ്പേട തയ്യാറാക്കാം. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക. നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ഷേപ്പിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം.